ഒരു ഓഫൊക്കെ കിട്ടുമ്പോൾ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മീൻകറി കഴിക്കാൻ ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഈ ഒരു മീൻകറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കിയാലോ, ഇതിലൊന്നും തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല ഉണ്ടെങ്കിൽ അത് ഓപ്ഷനാണ്. എന്നിട്ട് ഇതുപോലെ നന്നായി ചൂടാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾക്ക് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. അതേപോലെ സവാളയും ഒരു 2 അടി അടിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ടൊമാറ്റോ, നമ്മുടെ തക്കാളി കുട്ടന്മാരെ 2 എണ്ണത്തിന് എടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ മറക്കാതെ നമ്മൾ എടുത്ത് വയ്ക്കേണ്ടതാണ് നമ്മുടെ കൊടമ്പുളി ഇട്ട മീൻകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് എണ്ണ ഒഴിച്ചേക്കുന്നത്. അതാണ് സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാട്ടോ. ചില നേരത്തെ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ നടക്കുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പോൾ പെരിഞ്ചീരകം കിട്ടും, നല്ല സ്മെല്ലിന് വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉലുവ ഒരു സ്മെല്ലിന് വേണ്ടിയാണ്, അതും പേരിന് അധികം ചേർക്കരുത്, കഴിക്കും. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ച് വെളുത്തുള്ളി മുഴുവനായിട്ട് അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള അങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മീൻകറി എത്ര വേണം, എത്ര ആളുകളുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇവനെല്ലാം നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് ഇവന്മാരെയാണ് നമ്മളിന്ന് മീൻകറിയിൽ ഇടാൻ പോകുന്നത്. ഇവരെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്നതിൽ എനിക്ക് വലിയ അത്രയും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സവാള വഴണ്ട് വന്നപ്പോൾ അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ആ പൊടികളുണ്ടല്ലോ, മസാലക്കൂട്ട്, അത് അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിലോട്ടാണ് നമ്മൾ തക്കാളി ഇടേണ്ടത് കേട്ടോ. തക്കാളി ഇടാം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കത് വഴണ്ട് കിട്ടും. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എൻ്റെ മനസ്സമാധാനത്തിന് ഞാനിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരാണോ, എത്ര വാഷ് ചെയ്താലും നമുക്കൊരു ഒരു മനസ്സമാധാനം. അപ്പോൾ അതിലോട്ട് നമ്മൾ മസാല റെഡി വന്നപ്പോൾ നമുക്ക് മാറ്റി വെച്ച കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് എത്ര മീൻകറിയാണോ വേണ്ട അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ട മീൻകറിക്ക് അനുസരിച്ച് നന്നായി തിളച്ച് വന്നു. ഈ നേരത്താണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടത്, മീൻ ഇടുന്നതിന് മുമ്പ് കേട്ടോ. എന്നിട്ട് വേണം മീൻ ഇടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മീനൊക്കെ ഉടഞ്ഞു പോകും. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും മീൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അത് അനക്കാതെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ടൈമിൽ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, നമ്മുടെ ചെറുള്ളി, അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിനെ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ റൗണ്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കൈ കൊണ്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് നമുക്ക് കട്ടിംഗ് ബോർഡൊന്നും വേണമെന്നില്ല, കുഞ്ഞുള്ളിയല്ലേ. പിന്നെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചാൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, നമ്മൾ അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളിനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് കാച്ചിയെടുക്കാൻ വേണ്ടിയാവട്ടെ, കറി കാച്ചിയെടുക്കാനാണ്. അതിലൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലും കുറച്ച് പേരിന് ലേശം പൊടിക്ക് ഉലുവ അതുപോലെ ഇട്ടിട്ട് കാച്ചിയെടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ കറി. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് തുറന്നത് കഴിച്ച് നോക്കിയാൽ ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. നമ്മൾ ഹാപ്പി, വീട്ടുകാരും ഹാപ്പി.